ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഒറാക്കിൾ കാർഡ്സും അതുപോലെ തന്നെ ടാരോട്ട് കാർഡ്സും യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിൽ റിപ്പീറ്റ് ആലോചിക്കുക. അതുപോലെ തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ, അതായത് ഒരു ബാലൻസ് ഇല്ലാതെയാണ് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിലൊരു ബാലൻസ് കൊണ്ടുവരണം. ആ റിലേഷൻഷിപ്പിനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കണം എന്നൊരു തോട്ട്സ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഇത് അവരുടെ ഫീലിങ്സിൽ ആഡാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ മാത്രം വിചാരിക്കുന്നതല്ല, യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും ഇത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലുമൊക്കെ സംതിങ് റോങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പം എന്തോ ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ ഓൺ ആൻഡ് ഓഫ് റിലേഷനോ എന്താണെങ്കിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അവരുടെ തോട്ട്സും അത് തന്നെയാണ്. ഓക്കെ, ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ്? റെസ്റ്റ് ആൻഡ് റെജുവൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ രണ്ട് കാർഡ്സും കൂടി ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ല എന്നുള്ളത് ഇവിടെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സ്ട്രെസ്ഡ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഓക്കെ, അതായത് ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുമ്പം. മേ ബി അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ചിലപ്പം എന്തെങ്കിലും സംതിങ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി നോക്കാം. എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഒരു സ്ട്രെസ് ആയിരിക്കും. അതായത് അറിയാലോ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ മാനസികാവസ്ഥകൾ കൂടുതൽ കയറി വരുന്ന ഒരു വസ്തുവാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം എന്തോ സംതിങ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റെസ്റ്റ് വളരെ ആവശ്യമാണ്. അവരെ തന്നെ ഒന്ന് ഹീൽ ചെയ്തെടുക്കണം, ഒരു പുതിയ വ്യക്തിയായിട്ട് അവരെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, പുനർജനിക്കേണ്ടത് അത്യാവശ്യമാണ് അവർക്ക്. ആ ഒരു സമയത്തായിരിക്കും ഈ ബാലൻസ് പോലും വരുന്നത്. ഇപ്പോഴവരുടെ എനർജി എന്തായാലും വളരെ ഡൗൺ ആണ്. ഇത് റിലേഷൻഷിപ്പ് കാരണമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അതൊരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, എന്താണ് കറണ്ട് സിറ്റുവേഷൻ, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ? അവയർനെസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എടുക്കുന്നത്? ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കോണ്ടാക്ട് ഒന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് റെസ്പോണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ ആയിട്ടോ സ്റ്റെപ്പായിട്ട് അവർ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബാലൻസ് ഇല്ലായ്മ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ തോട്ട്സ് അതാണെന്ന്. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ആക്ഷനും അത് തന്നെയാണ്. അതിനിവിടെ റീസൺ ആയിട്ട് അവയർനെസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് മേജർ കാർഡാണ് ഒറാക്കിൾ കാർഡ്സിൽ. അപ്പം അവർക്ക് ബോധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും അവർക്ക് ബോധം വന്നിട്ടുണ്ട്, അവരത് ആലോചിക്കുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം അവർ റെസ്റ്റ് എടുക്കുന്നതും. അവർക്കത് അത്യാവശ്യമാണ് അവരുടെ ലൈഫിലൊക്കെ. അവർക്ക് ആ ഒരു സ്ട്രെസ് എല്ലാം തന്നെ റിലീസ് ചെയ്ത് കളയണം. അവർക്ക് അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യണം. അവരുടെ ചിന്തകളെല്ലാം തന്നെ അവർക്ക് മൂവ് ഓൺ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആൻഡ് അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് യൂണിവേഴ്സ്?
ഇമോഷണൽ വിഡ്രോവൽ എന്ന കാർഡാണ്. മേ ബി പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു, അവർ വളരെയധികം ഒരു എനർജി ഡൗൺ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം അവരുടെ ഈ ഒരു സിറ്റുവേഷൻ അവർ വളരെയധികം പെയിൻ ആവുന്നുണ്ട്, അവർക്ക് വേദനിക്കുന്നുണ്ട് ഒരുപാട്. സോ ഇതെല്ലാം തന്നെ അവർക്ക് നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ്, അതായത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാകാം കറണ്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കറണ്ട് എനർജിയിൽ. അവരുടെ ഫീലിങ്സിനകത്ത് അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ എല്ലാം തന്നെ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് പറയണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള ന്യൂ ബിഗിനിങ് എന്ന കാർഡാണ്. സോ ഇതിനെല്ലാം കൊണ്ട് മീൻ ചെയ്യുന്നത് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ളൊരു തിരിച്ചുവരവാണ്. ഇങ്ങനെ നിങ്ങളിലേക്കൊരു റിയൂണിയൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടാകും, ഈ ഇത്രയും നാളും കോണ്ടാക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് ഈ റിയൂണിയൻ കൊണ്ട് വരുന്നത്? അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ ഇയറുകളായിട്ടുണ്ടാകാം, വർഷങ്ങളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ കോണ്ടാക്ട് എൻഡായി പോയിട്ടുള്ള ആളുകളായിരിക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് നിങ്ങളൊരു കോണ്ടാക്റ്റിലേക്ക് വരുന്നത് എന്നുള്ള ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കാം. ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സ്നേഹം ജെനുവനാണ്, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ എത്തും. ഓക്കെ, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാനിവിടെ എടുത്തു പറയാനുള്ള കാരണം പല കമൻസിനകത്തും വരുന്നതാണ്, നിങ്ങൾ ഒരുപാട് നാൾ കോണ്ടാക്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒന്നിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മാത്രമല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യരുത്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ആൻഡ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഞാൻ ഒറാക്കിൾ കാർഡ്സിൽ ഞാൻ പറഞ്ഞു ന്യൂ ബിഗിനിങ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം തന്നെ ഒരു എൻഡ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബേർത്ത് ആണ്, എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒരു റിയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലാരിഫിക്കേഷൻ ആണ് കേട്ടോ നോക്കുന്നത്. ഇവിടെ 6 ഓഫ് സോർട്സ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇത്രയും പോസിറ്റീവ് കാർഡ്സ് വന്നിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് കാർഡ് വന്നിരിക്കുകയാണ്. ഇവിടെ അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ചിലരുടെയെങ്കിലും എനർജിയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത്. മേ ബി അത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. ഇപ്പം നിങ്ങളുടെ ഒരു എക്സ്ട്രാ മെറിറ്റൽ, ഞാൻ ഒരിക്കലും എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, എങ്കിൽ പോലും ഈ കാർഡ്സ് കണ്ടതുകൊണ്ട് ഞാൻ പറയാണ്, ഈ കാർഡ് കണ്ടതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഇപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് ഇവിടുത്തെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത്. മനസ്സിലാക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, തേർഡ് പാർട്ടി ആയിട്ടൊരു വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. നിങ്ങളുടെ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിട്ടൊരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെയായിരിക്കാം അവർ ആ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നത്. നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ അവർ സ്ട്രോങ് ആയിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, ചിലരുടെയെങ്കിലും എനർജിയിൽ അത് കണക്റ്റഡ് ആണ്. ഓക്കെ, ഫാമിലി മെമ്പേഴ്സ് ആണ് അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഫാമിലിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, മേ ബി അത് അവരുടെ വൈഫോ ഹസ്ബൻഡോ അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ആളുകൾ ആര് വേണമെങ്കിലും ആകാം. ഓക്കെ, 3 ഓഫ് പെൻഡക്കിൾ, അതുപോലെ തന്നെ 10 ഓഫ് സോർട്സ് എന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു കുറേ പേരുടെ എനർജി, റീഡിങ് കാണുന്ന കുറേ പേരുടെ എനർജി ഒരുപാട് നാളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഇല്ലായിരിക്കാം. ഓക്കെ, അതായത് ഒരു സെപ്പറേഷൻ ആയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ. എപ്പോഴാണോ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക, അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, മൂവ് ഓൺ ചെയ്തിട്ടും നിങ്ങൾക്ക് വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, റീഡിങ് കാണുന്നവരൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സണും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ അവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, അതുകൊണ്ട് അവർക്ക് വേദന കാണിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവർ ആ സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആൻഡ് ദെൻ നിങ്ങളിലേക്ക്
ഒരു വരവുമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ 3 ഓഫ് പെൻഡക്കിൾ എന്ന് പറയുന്ന കാർഡ് ഇവിടെ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്കിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടി. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ വ്യക്തി സ്റ്റക്കാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അവിടെ നിന്നും ഒരു വരവ് അല്ലെങ്കിൽ എല്ലാം കൊണ്ടും സ്ട്രെസ്ഡും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്യണം. അത് ചെയ്യേണ്ട ഒരു താമസം മാത്രമാണ് ഇവിടെ കാണുന്നത്. അത് അവരെപ്പോഴാണോ ചെയ്യുന്നത് ആ സമയത്ത് നെക്സ്റ്റ് ആക്ഷനായിട്ട് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളിലേക്കുള്ള ഒരു വരവ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു റിയൂണിയൻ ആണ്. ആ കാർഡ്സ് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, അത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് എന്താണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കിയെന്ന് മാത്രം. ഓക്കെ, 1 മോർ കാർഡ്, ഒരു കാർഡും കൂടി എടുക്കാം നമുക്ക്. എന്താണ് നെക്സ്റ്റ് ആക്ഷൻ ഓർ അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? 3 ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഹയറോഫൻ കാർഡാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വേദനിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളും ഇതേ അവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സണും ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. അവർ വളരെയധികം വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു കത്തി കുത്തി കയറ്റിയാൽ എങ്ങനെയാണുള്ളത് അതേ ഫീലിങ്സ് തന്നെയാണ് ആ പേഴ്സൺ ഉള്ളത്. നിങ്ങൾക്കും സെയിം തന്നെ ആയിരിക്കാം. എന്തോ ആകട്ടെ, നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ ഇവിടെ മനസ്സിലാക്കുക. അവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മേ ബി അവർ വാല്യൂ കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവർ വന്നുപോയി. നിങ്ങളെ ഇവരായിരിക്കാം ഫോഴ്സ് ചെയ്തിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് സ്വന്തം കാര്യം നോക്കി നിന്നിട്ടുള്ള നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടാകുക നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. എന്നിട്ട് അവർ തന്നെ ഒരു ടൈമിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അവർ തന്നെ പോയിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷെ അതൊക്കെ അവർ റിയലൈസ് ചെയ്യുകയും അതുപോലെ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് ബോധം വന്നിട്ടുണ്ട്, അവയർനെസ് കാർഡ് വന്നിട്ടുണ്ട്. സോ അതെല്ലാം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് വരാനുള്ളൊരു വഴിയില്ല. അതാണ് ഞാൻ എക്സ്ട്രാ മെരീറ്റുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും സിറ്റുവേഷൻ കണ്ണ് തുറന്ന് കാണേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അല്ലാതെ ആ സിറ്റുവേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങളും ഇതേ അവസ്ഥയിൽ, ഈ പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് അവരെയും ഒരുപാട് ബാധിക്കുന്നുണ്ട്. അവരുടെ എനർജി ഒരുപാട് ബാധിക്കുന്നുണ്ട്. അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫും സ്പോയിലായിട്ട് പോവുക. അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് മാത്രം. ഓക്കെ കേട്ടോ. അപ്പം അല്ലാത്തവരുണ്ടെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവർ സ്ട്രെസ്ഡ് തന്നെയാണ്. അവർക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. ആ റെസ്റ്റിലൂടെ, ആ റെസ്റ്റ് എടുത്തുകൊണ്ട് അവരെ തന്നെ ഹീല് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരാളായിട്ട്, ഒരു റീബർത്ത് ആയിട്ട് വരുന്ന സമയത്ത് നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് നിങ്ങളിലേക്കുള്ളൊരു റിയൂണിയൻ നിങ്ങളടുത്തോട്ട് തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ ഹെയറോഫൻ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചിലവരുടെയെങ്കിലും എനർജിയിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം, എന്നിട്ടൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെ അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു മാരേജ് ഓർ ഒരു ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാർഡാണിത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ 2 ചാൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.